സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ശില്പം കൊടുത്ത ഒരു ഫോട്ടോയാണ്. അത് ഇങ്ങനെ ഒരു ശില്പം കൊടുക്കാനായിട്ടുണ്ടായ കാരണം എന്താണ്? ഒരിക്കല് വയല സ്വദേശിയായ വെള്ളാരത്തുങ്കൽ തോമസിയേട്ടൻ എന്നെ കാണാൻ വന്നു. എൻ്റെ എംബ്ലം കുമ്പിള് തടിയിൽ കൊത്തിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. മനോഹരമായൊരു എംബ്ലമായിരുന്നു. വലിയ സന്തോഷത്തോടെ ഞാൻ അത് സ്വീകരിച്ചു. വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാർപ്പാപ്പയ്ക്ക് കൊടുക്കാനും ഞാൻ ഒരെണ്ണം കുത്തിവെച്ചിട്ടുണ്ട്, പക്ഷേ അത് കൊടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ റോമിന് പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ കൊടുക്കാം, റെഡിയാക്കി തരുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ കാര്യമായിട്ട് അതിവിടെ എത്തിച്ചു. അങ്ങനെയാണ് അത് കൊടുക്കാനായിട്ട് ഇടയായത്. അത് കൊടുത്തപ്പോൾ പരിശുദ്ധ പിതാവിന് അത് ഞങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ഒരു തോമസിയേട്ടൻ പിതാവിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാത്തു വെച്ചിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. വലിയ സന്തോഷമായി. ഇതിൽ ഈ ഒരു ശില്പം വളരെ മനോഹരമാണ്. ഇതിൽ കേരളമുണ്ട്, പിന്നെ ഗോതമ്പ് കതിരുകളുണ്ട്, അതുപോലെ ഭാരതസഭയിലെ വിശുദ്ധരുണ്ട്. അൽഫോൻസാമ്മ, എവുപ്രാസ്യാമ്മ, ദേവസഹായം പിള്ള, ചാവറയച്ചൻ, മറിയം ത്രേസ്യ. എവുപ്രാസ്യ എന്നുള്ള പേര് കേട്ടപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞു, എവുപ്രാസ്യയുടെ പേരിലുള്ള ഒരു പള്ളി അദ്ദേഹത്തിൻ്റെ സ്ഥലത്തുമുണ്ട് എന്ന് പറയുകയുണ്ടായി. പിന്നെ മാർത്തോമാ സ്ലീഹായുണ്ട്, തോമാസ് സ്ലീഹായുണ്ട്, ഒരു ഗ്ലോബ്, ഭാരതം, കൈക്കുമ്പിള്, ഇങ്ങനെ വളരെ മനോഹരമായ ഒരു ശില്പമാണ് തന്നുവിട്ടത്. ഇത് പാപ്പായ്ക്ക് മാത്രമല്ല, കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ക്രൈസ്തവ സാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട തോമസിയേട്ടൻ തൻ്റെ കലാവിരുതിൽ കൊത്തിയെടുത്ത ഈ ഒരു ശില്പം അത് കൊടുക്കാനായിട്ട് സാധിച്ചു. മാർപ്പാപ്പ അല്പസമയം ഒന്ന് നോക്കി നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് അകത്തേക്ക് കൊടുത്തുവിട്ടത്. നമുക്ക് ഒരു വലിയ അഭിമാനമായിരുന്നു ഇത്രയും മനോഹരമായ ഒരു ശില്പം പാപ്പായ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം തന്നെ ഇത് കൊടുത്തപ്പോൾ തന്നെ പിതാവ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണല്ലോ, ഇങ്ങനെയൊക്കെയാണ് സംഭവം. തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ വിശുദ്ധരെ കുറിച്ച് പാപ്പായോട് പറഞ്ഞു. അപ്പോഴാണ് പാപ്പ പറഞ്ഞത് തൻ്റെ നാട്ടിലും എവുപ്രാസ്യ അമ്മയുടെ പേരിലുള്ള ഒരു സെയിൻറ്റ് എവുപ്രാസ്യയുടെ ഒരു ദേവാലയമുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഇടയായത്. അപ്പോൾ ഈ ശില്പം എങ്ങനെ കൊടുത്തു? കൈക്കുമ്പിളില്, ഗ്ലോബില്, ഭാരതം, അതായത് ഒരു സീറോ മലബാർ സഭയുടെ, ഭാരത സഭയുടെ വലിയ എല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് അലഹം തീർക്കുന്നുണ്ട്. അപ്പോൾ പിതാവ് ഇതിനെ കുറിച്ച് കൊടുക്കുകയും മാർത്തോമാ സ്ലീഹായുടെ കുരിശും മാർത്തോമാ സ്ലീഹായൊക്കെയാണ് നിൽക്കുന്നത്. ഇത് കൊടുത്തപ്പോൾ തന്നെ ഈ ഫോട്ടോയിൽ തന്നെ പിതാവ് ഇത് നോക്കിക്കൊണ്ട് ഒരു ആശ്ചര്യനാകുന്നുണ്ട്. അതിനുശേഷം ആ ഒരു പ്രതികരണം അദ്ദേഹം വളരെ സന്തോഷം പ്രകടിപ്പിച്ചു, നമുക്ക് നന്ദിയൊക്കെ പറഞ്ഞു. എല്ലാവരെയും അന്വേഷണങ്ങൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് യാത്രയാക്കിയത്. അറിയാം. പിന്നെ ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഒത്തിരി സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കുറച്ച് സമയമേ കിട്ടിയുള്ളൂ. അത് അപ്പസ്തോലിക കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തെ കാണാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ അവിടെ പോയത് അഭിവന്യ കർദിനാൾ കൂവക്കാട്ട് പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാനിക ബസിലിക്കയുണ്ട്, സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ, ആപ്യാന്തീക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ആ മനോഹരമായ ദേവാലയത്തിൽ കൂവക്കാട്ട് പിതാവ് തൻ്റെ സ്ഥാനം ഏറ്റെടുക്കൽ ചടങ്ങായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും വന്നു. അവർക്ക് എല്ലാവർക്കുമായിട്ട് പരിശുദ്ധ പിതാവ് അനുവദിച്ച ഒരു 10 മിനിറ്റ് സമയമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. ഞങ്ങൾ 15 പേരോളം അടങ്ങുന്ന ഒരു സംഘമാണ് പരിശുദ്ധ പിതാവിനെ അവിടെ കണ്ടത്. അപ്പോൾ എല്ലാവരെയും കണ്ടു, എല്ലാവരെയും പരിചയപ്പെട്ടു, എല്ലാവർക്കും പ്രാർത്ഥനകൾ, എല്ലാവരെയും ആശീർവദിച്ചു. അങ്ങനെ ഒട്ടും തിരക്ക് കാണിക്കാതെ ഞങ്ങളുടെ കൂടെ അത്രയും സമയം പരിശുദ്ധ പിതാവ് ചെലവഴിച്ചു. എനിക്കത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു അവിടെ പോയി പരിശുദ്ധ പിതാവിനെ കാണാൻ സാധിച്ചത്. ഒരു മാർപ്പാപ്പയുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രതികരണം വരികയുണ്ടായി. ഓർത്തഡോക്സ് സഭയുമായിട്ട് ഐക്യത്തിന് വേണ്ടി പിതാവ് പ്രതിജ്ഞാബദ്ധനാകുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് ഡേ ഈ ദിവസങ്ങളിൽ വരുന്നു. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിൽ തന്നെ സുറിയാനി സഭകളുടെ പുനരൈക്യത്തിന് കൃത്യമായിട്ടൊരു കമ്മീഷൻ തന്നെ ഇവിടെ ഉണ്ട് താനും. അപ്പം അങ്ങനെ പിതാവും കൂടെ ഒരു ശ്രദ്ധയെടുക്കുമ്പോൾ നമ്മൾ ഈ സഭ എത്രമാത്രം അധ്വാനിക്കുന്നതോടെ ചെയ്യുന്നുണ്ട് പുനരൈക്യത്തിനായിട്ട്, അതുപോലെ നസ്രാണി സഭകളുടെയൊക്കെ ഐക്യത്തിനായിട്ട്. അത് എന്തുമാത്രം നമ്മുടെ അങ്ങനെ പിതാവും കൂടെ ഒരു ശ്രദ്ധ ചെലുത്തുമ്പോൾ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും പരിശുദ്ധ ലിയോ പാപ്പ ഓർത്തഡോക്സ് സഭകളുമായിട്ടുള്ള ഐക്യത്തിനുള്ള തൻ്റെ പ്രതിബദ്ധത അറിയിച്ചത് നമ്മുടെ ഗ്രീക്ക് പാത്രിയർക്കീസിൻ്റെ
പ്രതിനിധി സംഘം അദ്ദേഹത്തെ കണ്ടപ്പോഴാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അലക്സാണ്ട്രിയൻ പേട്രിയാർക്കിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം ഗ്രീക്ക് സഭയുടെ പേട്രിയാർക്ക് പല പ്രാവശ്യം ഫ്രാൻസിസ് പാപ്പായുമായും റാറ്റ്സിംഗർ പാപ്പായുമായും എല്ലാം നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും പുനരൈക്യത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സഭയുടെ ഒരു പ്രത്യേകത, കത്തോലിക്ക സഭയിൽ ഈ സഭകൾക്ക് തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കത്തോലിക്ക കൂട്ടായ്മയിൽ അംഗമാകാം എന്നുള്ളതാണ്. അത് ഗ്രീക്ക് പാരമ്പര്യമുള്ള സഭകൾ, അതെല്ലാം കൊച്ചു കൊച്ചു സഭകളാണ്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽപ്പെട്ട് അവരെല്ലാം മതമർദ്ദനത്തിലും ഒക്കെ ഇല്ലാതായിപ്പോയ സഭകളാണ്, കൊച്ചു കൊച്ചു സഭകളാണ്. പക്ഷേ വളരെ ആഴമായ ഒരു പൈതൃകം അവർ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സഭയുടെ ഒരു മുതൽക്കൂട്ടാണ് പ്രകാരമുള്ള സഭകളെല്ലാം. കത്തോലിക്ക സഭ രണ്ടാം വത്തിക്കാനിന് കൗൺസിലിന് ശേഷം പ്രത്യേകിച്ചും സഭൈക്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒത്തിരിയേറെ സംഭാഷണങ്ങൾ, സഭാന്തര സംഭാഷണങ്ങൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഒത്തിരി മാറ്റങ്ങളും ആ മേഖലയിൽ നമുക്കുണ്ട്. നമുക്ക് ചില സഭകളുമായിട്ട് നല്ല ഒരു ഐക്യത്തിലേക്ക് വരാനായിട്ടൊക്കെ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായ ഒരു ഐക്യം അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലിയോ പാപ്പായും ആ ഒരു കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേപ്പസി ആരംഭിച്ചിരിക്കുന്നത്. ഐക്യവും പുനരൈക്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയമായും ഒക്കെ രാഷ്ട്രീയ മേഖലകളിലും ഈ നമ്മുടെ വിശ്വാസ മേഖലയിലൊക്കെ എന്തുമാത്രം അതിനൊരു ഈ നമ്മുടെ ഭാരതത്തിൽ എന്തുമാത്രം അതിനൊരു ശക്തി ആകും. നസ്രാണി സഭകളെല്ലാം കൂടെ ഐക്യപ്പെട്ട് ഒരു സഭയായി കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ശക്തിയായിരിക്കും. പക്ഷെ അത് നടക്കുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ പൊതുവെ ഭിന്നിച്ചു പോകാനുള്ള പ്രവണതയുള്ളവരാണ് മനുഷ്യർ. ഈ കൂട്ടം ഒരുമിക്കാനുള്ള ഭിന്നതയെക്കാളും ഭിന്നിക്കാനുള്ള പ്രവണതയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. നമ്മുടെ സഭയിലും അത് തന്നെയാണ് കാണുന്നത്. ഒരുമിച്ചിരിക്കുന്ന ഒരു സഭ ഭിന്നിപ്പിക്കുക. അപ്പോൾ അതിനുള്ള ഒരു പ്രവണത ഉള്ളിടത്തോളം, ശക്തമായിട്ടുള്ളിടത്തോളം ഇപ്രകാരമുള്ള കാര്യത്തിൽ വളരെ ഐഡിയലായിട്ടുള്ള, ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പരിഹാരം കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇപ്പോൾ സഭകളെല്ലാം തമ്മിൽ ഹൃദ്യമായൊരു ബന്ധമുണ്ട്. സഭാധ്യക്ഷന്മാർ തമ്മിൽ, ജനങ്ങൾ തമ്മിൽ. അത് നമുക്ക് കൂടുതൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന ഒത്തിരി മേഖലകളുണ്ട്. അത് നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന പൊതുവായ പ്രശ്നങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു.